വർക്കല സ്വസ്തി ജോഷ്ണം യൂട്യൂബ് ചാനലിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഈ വീഡിയോ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നവഗ്രഹങ്ങളിലെ ആദിത്യ ഗ്രഹത്തിനെ കുറിച്ചും ആദിത്യ ഗ്രഹത്തിന്റെ ദശ അനുഭവിക്കുന്ന വ്യക്തികൾ അവർ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതും ഏതൊക്കെ ആരാധനാ സമ്പ്രദായങ്ങളാണ് ആ ദശ കൊണ്ടുള്ള ഗുണങ്ങൾ അനുഭവത്തിൽ വരാനും ആദിത്യ ദശ കൊണ്ട് അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ, എന്തെങ്കിലും ദോഷമുണ്ടെങ്കിൽ, എന്തെങ്കിലും വീഴ്ചയുണ്ടെങ്കിൽ, താഴ്ചയുണ്ടെങ്കിൽ അതൊക്കെ മാറാൻ എന്താണ് പ്രധാനമായിട്ടും ചെയ്യേണ്ടത് എന്നുള്ള കാര്യമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. വർക്കല സ്വസ്തി ജോഷ്ണം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മൾ ഈ കാണുന്ന പ്രപഞ്ചത്തിന്റെ ഊർജ സ്രോതസ്സാണ് ആദിത്യൻ. ഗ്രഹങ്ങൾക്ക് എല്ലാം തന്നെ ഫലം നൽകേണ്ട ശേഷി നൽകുന്ന, ഊർജം നൽകുന്ന കേന്ദ്ര ബിന്ദുവാണ് ആദിത്യൻ. അതുകൊണ്ട് തന്നെ ജ്യോതിഷത്തിൽ ആദിത്യനെ രാജാവായിട്ടാണ് പറയുന്നത്. ആ ജ്യോതിർഗോളങ്ങളെ ഭരിക്കുന്ന ആളായിട്ടാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ സർക്കാർ കാര്യങ്ങളെല്ലാം തന്നെ ചിന്തിക്കേണ്ടത് ആദിത്യനെ കൊണ്ടാണ്. ഒരു വ്യക്തിയുടെ ജാതകത്തിൽ ആദിത്യന്റെ അനുകൂലാവസ്ഥ ഉണ്ട് എന്നുണ്ടെങ്കിൽ സർക്കാർ ധനം ലഭിക്കാം, സർക്കാരിന്റെ സഹായങ്ങൾ ലഭിക്കാം. ആദിത്യൻ അനുകൂലനാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ സർക്കാരുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ പെട്ടെന്ന് അനുകൂലപ്പെട്ട തീരുമാനങ്ങൾ ഉണ്ടാവാം. അതുപോലെ ജാതകത്തിൽ ആദിത്യൻ പ്രതികൂലനാണെങ്കിൽ ഇതൊക്കെ തന്നെ വിപരീതമായി തന്നെ വരികയും ചെയ്യും. അതുപോലെ ആദിത്യൻ പിതൃകാരകനാണ്. ജാതകത്തിൽ അച്ഛനെ ചിന്തിക്കേണ്ടത്, അച്ഛൻ്റെ കുടുംബം ചിന്തിക്കേണ്ടത്, അച്ഛൻ്റെ പൈതൃകത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടത് ഒക്കെ ആദിത്യനെ കൊണ്ടാണ്. ആദിത്യൻ ജാതകത്തിൽ അനുകൂലമാണെന്നുണ്ടെങ്കിൽ പിതാവിൻ്റെ ഗുണം ലഭിക്കും, ഇല്ലെങ്കിൽ പാടാണ്, ബുദ്ധിമുട്ടാണ് കിട്ടാൻ. ആദിത്യൻ നീചാവസ്ഥയിൽ നിൽക്കുന്ന ജാതകത്തിലൊക്കെ പൊതുവെ പിതാവെന്നുള്ള ഗുണങ്ങൾ വളരെ കുറവായി മാത്രം ലഭിക്കുന്നതായിട്ടും അനിഷ്ടത്തിൽ പോയാലും അങ്ങനെ ലഭിക്കുന്നതായിട്ടൊക്കെ ഒരുപാട് കണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ ആദിത്യനെ കൊണ്ട് ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം ശരീരത്തിലെ ശിരോഭാഗങ്ങൾ, എല്ല് സംബന്ധമായ കാര്യങ്ങൾ, കാര്യങ്ങളൊക്കെ ആദിത്യനെ കൊണ്ട് ചിന്തിക്കണമെന്നാണ് പറയുന്നത്. ഒരാളുടെ വ്യക്തിപ്രഭാവം, ഒരാളുടെ ഔന്നിത്യം, ഒരാളുടെ സ്ഥാനമാനങ്ങൾ, ഇതൊക്കെ ആദിത്യനെ കൊണ്ട് പറയാം. ഒരു വ്യക്തിയുടെ ജാതകത്തിൽ ആദിത്യൻ അനുകൂലനാണെന്നുണ്ടെങ്കിൽ വളരെ വ്യക്തിപ്രഭാവമുള്ള, ഒരുപാട് ആൾക്കാരെ ആകർഷിക്കാൻ കഴിവുള്ള, ഒരുപാട് ആൾക്കാരുടെ നേതൃത്വത്തിൽ ഒരുപാട് ആൾക്കാരെ നിയന്ത്രിച്ച് നേതൃനിരയിൽ എത്താൻ യോഗ്യപ്പെട്ട ഒരു വ്യക്തിയായിരിക്കും. ആദിത്യൻ ഔഷധകാരകനാണ്. ഒരാളുടെ ജാതകത്തിൽ ആദിത്യന് പ്രത്യേക രാശിയിലേക്ക് കഴിഞ്ഞാൽ അവർ വൈദ്യ വിഷയത്തിൽ ശോഭിക്കും. അവർ വൈദ്യ വിഷയത്തിൽ ശോഭിക്കാൻ ഉയർച്ച ഉണ്ടാവും, നല്ല കൈപുണ്യമുള്ള വൈദ്യനായി തീരും എന്നൊക്കെ പറയാം. ഇതൊക്കെ ആദിത്യനെ കുറിച്ചുള്ള സാമാന്യമായ വളരെ ചെറിയ കാര്യങ്ങൾ മാത്രമാണ്. ആദിത്യൻ ജാതകത്തിൽ അനുകൂലനാണ് എന്നുണ്ടെങ്കിൽ ഈ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ വളരെ അനുകൂലമായിരിക്കും. നല്ല വ്യക്തിയായിരിക്കും, നല്ല ശരീരഘടനയുള്ള ആളായിരിക്കും, വ്യക്തിപ്രഭാവമുള്ള ആളായിരിക്കും, നേതൃശീലം ഉണ്ടായിരിക്കും, എവിടെയും തലയെടുപ്പായിട്ട് നിൽക്കുന്ന വ്യക്തിയായിരിക്കും, സർക്കാരിൻ്റെ ആനുകൂല്യം ലഭിക്കുന്ന ആളായിരിക്കും, നേതാവായി തീരാം, ഒക്കെ ഉണ്ടാവും. പക്ഷേ ആദിത്യൻ പ്രതികൂലമാണ് എന്നുണ്ടെങ്കിൽ അനിഷ്ടരാശി പോവുക, നീചാവസ്ഥയിൽ പോവുക, നീചമായിട്ട് അംശിക്കുക, അങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ ജാതകത്തിൽ ആദിത്യൻ എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം. ആദിത്യൻ നിങ്ങൾക്ക് പ്രതികൂലമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രധാനമായിട്ടും ചെയ്യേണ്ടത് സ്ഥിരമായിട്ട് ആദിത്യ ഹൃദയ മന്ത്രം ജപിക്കുക. രാമരാവണ യുദ്ധകാലഘട്ടത്തിൽ അഗസ്ത്യമുനി ശ്രീരാമനോട് ഉപദേശിച്ചതാണ്. രാവണനെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ട് ആദിത്യനെ ഭജിക്കുക, ആദിത്യ ഹൃദയ മന്ത്രത്തോടുകൂടി ഭജിക്കുക എന്നുള്ളത്. അദ്ദേഹം അങ്ങനെ ചെയ്യുകയും ചെയ്തു. അതുപോലെ എല്ലാ വിധത്തിലുള്ള ദോഷങ്ങൾ മാറാൻ ആദിത്യ ദശയിൽ നിങ്ങൾക്ക് അനുഭവിക്കാനുള്ള സർവ്വവിധ ദോഷങ്ങളും മാറുന്നതിന് വേണ്ടിയിട്ട് സ്ഥിരമായിട്ട് ആദിത്യ ഹൃദയ മന്ത്രം ജപിക്കുക. എല്ലാ ഞായറാഴ്ചയെങ്കിലും ജപിക്കുക. ആദിത്യ ഹോരയിൽ ജപിക്കുക. ആദിത്യ ഹോര എന്ന് പറയുന്നത് പ്രാദേശികമായ സമയക്രമം മനസ്സിലാക്കിയിട്ട് എത്ര മണിക്കാണോ ഉദയം നിങ്ങളുടെ സ്ഥലത്ത് എന്നുണ്ടെങ്കിൽ ആ ഉദയത്തിന് ശേഷമുള്ള 1 മണിക്കൂർ, അതായത് ഞായറാഴ്ച, എല്ലാ ഞായറാഴ്ചയും ഉദയത്തിനോട് ചേർന്നുള്ള 1 മണിക്കൂർ, ഉദയത്തിന് ശേഷമുള്ള 1 മണിക്കൂർ, അതാണ് ആദിത്യഹോര. നിങ്ങളുടെ നാട്ടിൽ ഉദയം 6:30 6:30 ശേഷം 7:30 വരെ. നിങ്ങളുടെ നാട്ടിൽ ഇന്നത്തെ ഉദയം 6 മണി 10 മിനിറ്റ് ആണെങ്കിൽ 6:10 മുതൽ 7:10. ഓരോ സ്ഥലത്തും ഉദയത്തിൽ വ്യത്യാസം ഉണ്ടാകാം, ഓരോ മാസങ്ങളിലും ഉദയത്തിൽ വ്യത്യാസം ഉണ്ടാകാം. അതൊക്കെ മനസ്സിലാക്കിയിട്ട് എല്ലാ ഞായറാഴ്ചയും ആദിത്യഹോരയിൽ സ്ഥിരമായിട്ട് ആദിത്യ ഹൃദയ മന്ത്രം ജപിക്കുക. അത് വളരെ വലിയ ഗുണം നൽകുന്ന ഒരു കാര്യമാണ്. ജാതകത്തിൽ ആദിത്യന്റെ അനിഷ്ടഫലങ്ങൾ അനുഭവിക്കുന്നവർക്കും ആദിത്യ ദശ അനുഭവിക്കുന്നവർക്കും വളരെ ഉപയോഗപ്പെടുന്നതാണ്. ഇനി മറ്റൊന്ന്, നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങൾ ആദിത്യന് വിശേഷമായ പൂജയും കാര്യങ്ങളും ഞായറാഴ്ച ദിവസങ്ങളിൽ ചെയ്യുക. അതുപോലെ സ്ഥിരമായിട്ട് ശിവനെ ആരാധിക്കുക. ആദിത്യന് പറഞ്ഞ ദേവത ശിവനാണ്. അതുകൊണ്ട് തന്നെ ശിവപ്രീതി വരുത്തുക. അത് ഞായറാഴ്ചയോ തിങ്കളാഴ്ചയോ സ്ഥിരമായിട്ട് പഞ്ചാക്ഷരി ജപത്തോടുകൂടി ശിവനെ സ്ഥിരമായിട്ട് ആരാധിക്കുന്നതും ഈ പറഞ്ഞിരിക്കുന്ന ആദിത്യ ദശയുടെ ദോഷങ്ങൾ മാറി ഗുണം നിങ്ങൾക്ക് വരുന്നതിന് ഏറ്റവും നല്ലതായിരിക്കും. അതുപോലെ ഏത് ക്ഷേത്രത്തിൽ ദർശനം നടത്തിയാൽ ആദിത്യ ദോഷം കുറയും എന്ന് ചോദിച്ചാൽ കോട്ടയത്ത് കടുത്തുരുത്തിക്ക് അടുത്തുള്ള ഇരവിമംഗലം ആദിത്യപുരം ക്ഷേത്രം,
ഇരവിമംഗലം ആദിത്യപുരം ക്ഷേത്രം, അത് ആദിത്യ ക്ഷേത്രമാണ്. ആദിത്യ ഭഗവാനാണ് അവിടുത്തെ പ്രധാനപ്പെട്ട പ്രതിഷ്ഠ. ആ പറഞ്ഞിരിക്കുന്ന ആദിത്യ ഭഗവാനെ സ്ഥിരമായിട്ട് ആരാധിക്കുക. ആ പറഞ്ഞിരിക്കുന്ന ക്ഷേത്രത്തിൽ വർഷത്തിൽ ഒരിക്കലെങ്കിലും, എല്ലാ മാസവും പോയി നിങ്ങൾ ആ ഭഗവാനെ തൊഴുതാൽ അതിൻ്റെതായ ഫലമുണ്ട്. വർഷത്തിൽ ഒരിക്കലെങ്കിലും ആദിത്യ ദശ അനുഭവിക്കുന്നവർ കോട്ടയം കടുത്തുരുത്തിക്കടുത്തുള്ള ആദിത്യപുരം ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. യഥാശക്തി വഴിപാട് കാര്യങ്ങൾ അവിടെ ചെയ്യുക. തീർച്ചയായിട്ടും ആദിത്യ ദശ കൊണ്ടുള്ള ദോഷങ്ങൾ മാറുകയും ആദിത്യ ദശയിൽ നിങ്ങൾക്ക് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാകുകയും ശാരീരികമായിട്ടോ മാനസികമായിട്ടോ ആദിത്യ ദശയിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെന്നുണ്ടെങ്കിലോ വീഴ്ചയോ താഴ്ചയോ എല്ല് സംബന്ധമായ രോഗങ്ങളോ ഉണ്ടാകുകയോ ചെയ്യുന്നുണ്ടെങ്കിലും അതിനൊക്കെ അതൊരു പരിഹാരമാണെന്ന് മാത്രമല്ല, ആദിത്യന് പറഞ്ഞിട്ടുള്ള ഔന്നിത്യം, ആദിത്യന് പറഞ്ഞ നേതൃഗുണം, ഇതൊക്കെ തന്നെ നിങ്ങൾക്ക് അനുഭവത്തിൽ വരികയും ചെയ്യും. ആദിത്യ ദശയുമായി ബന്ധപ്പെട്ടുള്ള വളരെ ചെറിയ കാര്യം മാത്രമേ ഈ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. മറ്റ് ജ്യോതിഷ വിഷയങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ട് വർക്കല സ്വസ്തിക് ജ്യോതിഷം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.